ഷമ്മി തിലകൻ നമുക്കൊപ്പം ചേരുന്നു. ഷമ്മി, ഗുഡ് മോർണിംഗ്. ഷമ്മി, കേൾക്കാമോ? വെരി ഗുഡ് മോർണിംഗ്. രാജിക്കത്ത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സിദ്ദിഖ് എന്നെ വിളിച്ചു, രാജി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ യുവനടി 2019 വെളിപ്പെടുത്തിയതാണെങ്കിലും ഇപ്പോഴാണ് രാജിവെക്കുന്നത് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ രാജിവെക്കുന്നുവെന്നാണ്. പക്ഷേ ആരോപണം 5 വർഷം മുമ്പേ ഉണ്ടായിരുന്നതാണ്. ആ മനുഷ്യനാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയതല്ലേ ഷമ്മി? എങ്ങനെയാണ് ഈ രാജിയെ കാണുന്നത്? സർ, അതിനു മുമ്പ് വേറൊരു കാര്യം അങ്ങ് ചോദിച്ചതിന്റെ ചോദ്യത്തെ പിടിച്ച് പറയാനാണെങ്കിൽ, കാര്യം അദ്ദേഹം അങ്ങ് പറഞ്ഞു 2019 ആണ് ഇത് ആരോപണം ഉണ്ടായത്. അതിനുശേഷം അങ്ങനെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നത് ഇപ്പോഴാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ്. കാര്യം എനിക്കൊരു ഷോക്ക് ഹൗസ് നോട്ടീസ് വന്നിരുന്നു എന്നെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഷോക്ക് ഹൗസ് നോട്ടീസിന് ഞാൻ കൃത്യമായിട്ട്, അതായത് വേർഡ് ബൈ വേർഡ്, പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ഞാൻ കൃത്യമായിട്ട് മറുപടി ഞാൻ കൊടുത്തതാണ്. ആ മറുപടിയിൽ തൃപ്തി വരാഞ്ഞിട്ട് പിന്നെയും കുറച്ചധികം എന്താ പറയുന്നത്, എനിക്കെതിരെ കുറച്ച് ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ച് 1-2 ആൾക്കാരുടെ മൊഴിയുമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട്, കാര്യം ഞാനെന്തോ എന്താണ് അമ്മയെ മാഫിയ എന്ന് വിളിച്ചെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു പുതിയ കുറച്ച് ആരോപണങ്ങൾ വിളിച്ചൊരു അച്ചടക്ക സമിതിയുടെ മുമ്പിലേക്ക് എന്നെ വീണ്ടും വലിച്ചഴക്കപ്പെട്ടു. കാര്യം മറ്റേതെന്ന് പറഞ്ഞാൽ ഷോപ്പ് ഹൗസിൽ ഞാൻ എന്നെ ഇവിടുന്ന് മെയിലായിട്ട് അയച്ചു കൊടുക്കുന്നു, അങ്ങനെ ഒരു ഇതായിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ കൊല്ലത്ത് താമസിക്കുന്ന ആള് എന്നെ അവിടെ നേരിട്ടിൽ വന്ന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനമുള്ള ആ ഒരു അച്ചടക്ക കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ നേരിൽ ഹാജരായി കാര്യം ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി, അതിൽ നേരിൽ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ട്. 1-2 കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ ഒരു മീറ്റു ആരോപണം ഉള്ളതാണ് 2019. ഈ പർട്ടിക്കുലർ കേസ് തന്നെയാണ്. അത് ഞാൻ ഇത് എഴുതി കൊടുത്ത കാര്യമാണ് പറയുന്നത്. ആരോപണം ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരാകുന്നതിൽ എനിക്ക് അല്പമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അല്ല മറ്റൊരാൾ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഹാജരാകാം. ഇനി അതുകൊണ്ട് കൂടെ വീഡിയോ കോൺഫറൻസിംഗിൽ ഹാജരാകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഹൈക്കോടതി, കേരള ഹൈക്കോടതി പോലും ഞാൻ നേരിട്ട് ഹാജരായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞാൻ നേരിൽ ഹാജരായി കേസ് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എന്തിനാണ് അസോസിയേഷൻ എന്നെ എന്തിനാണ് അങ്ങനെ ഇത് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞപ്പോ അവരത് ഞാൻ പറഞ്ഞ പറ്റില്ല, ഞാൻ നേരത്തെ ഒരിക്കലും ഇദ്ദേഹത്തിന് മുമ്പിൽ ഹാജരാകില്ല, ഇതേപോലെ ഒരാളുടെ മുമ്പിൽ ഹാജരാകില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് കാരണത്താലാണ് എന്നെ പുറത്താക്കിയിരിക്കുന്നത്. ഷമ്മി, ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത്. മുറിയിൽ പൂട്ടിയിടുക, ആക്രമിക്കുക, അതിനുശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ വൈവിധ്യമുള്ള ഭക്ഷണമാണ് ഇഷ്ടമെന്നുള്ള ലൈംഗിക സൂചനയോടുകൂടി ഈ പെൺകുട്ടി വീണ്ടും മാനസികമായി തകർക്കുക, ആ പെൺകുട്ടി ഒന്നുമില്ലാത്തവളായി തീരുന്നൊരു സാഹചര്യമുള്ളത്. ആ പെൺകുട്ടി പറയുന്നത് മറ്റു യുവനടിമാരിൽ ചിലർക്കും ഈ ദുരനുഭവം സിദ്ദിഖിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ ഷമ്മി? അതെനിക്ക് അറിയില്ലല്ലോ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് മറുപടി പറയാനായിട്ട് പറ്റില്ല. കാര്യം അത് മറ്റു കാര്യങ്ങളൊക്കെ അത് വേറെ വിഷയമാണ്. അത് അങ്ങനെ ഒരു ആരോപണം ഉള്ളതായിട്ട് നമ്മൾ അങ്ങനെ ഒരു എന്റെ അറിവിലില്ല. എന്റെ അറിവിലുള്ളത് അന്ന് അറിവിലുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ അതിനകത്ത് എഴുതി കൊടുത്തിട്ടില്ല. ഈ മീറ്റു ആരോപണം വിധേയനായ ഒരാൾ AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് ശരിയല്ല എന്ന നിലപാട് അന്നേ താങ്കളെ പോലുള്ള അംഗങ്ങൾക്കുണ്ടായിരുന്നു. അതൊട്ടും AMM എന്ന് പറയുന്ന സംഘടനയ്ക്ക് ചേരുന്നതേ ആയിരുന്നില്ല എന്ന നിലപാട് തന്നെയായിരുന്നു താങ്കൾ എടുത്തതല്ലേ? തീർച്ചയായിട്ടും ഞാൻ അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് നിലപാട് എടുത്തതല്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരു കാരണവശാലും അദ്ദേഹത്തിനെ പോലുള്ള ഒരാള് ഒരു അച്ചടക്ക കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സാർ അതിന്റെ ഒരു വാല്യൂ? അതൊരു ജഡ്ജിക്ക് തുല്യമായിരിക്കണം അല്ലേ? എന്നാണ് എന്റെ ഒരു അറിവ്. എനിക്ക് അതിനെക്കൂടെ എന്റെ അല്പ മാത്രമായ അറിവാണ് ഞാൻ പറയുന്നത്. ഒരു ജഡ്ജി ഒരു നിഷ്പക്ഷ മനോഭാവത്തോടു കൂടി എങ്ങനെയാണ് എന്റെ അച്ഛനെ പുറത്താക്കുന്നതിന് മുൻകൈ എടുത്ത ആളാണ് ഞാൻ. അത് എഴുതി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ നിഷ്പക്ഷമായിട്ട് എന്നോട് അതിന്റെ പ്രതികാരമല്ലേ എന്നോട് കാണിക്കുള്ളൂ. നേതൃത്വം കൊടുത്തതും ഇദ്ദേഹം തന്നെയാണ്. അത് വ്യക്തമല്ലേ? അത് വ്യക്തമായ കാര്യം. അദ്ദേഹം തന്നെ പലതും സംഭവിച്ചിട്ടുള്ളതല്ലേ, മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. ഈ അന്ന് അച്ഛൻ പറഞ്ഞതിന് ഇപ്പോൾ ഈ കർമ്മ എന്ന് പറഞ്ഞ് എനിക്കൊരു യുവനടി ഒരു മെസ്സേജ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് കർമ്മ എന്നൊരൊറ്റ വാക്കാണ് പറഞ്ഞിരിക്കുന്നത് ഷമ്മി, ഈ സിദ്ദിഖിന്റെ രാജ്യവാർത്ത അറിഞ്ഞപ്പോൾ. അതെ അതെ അതെ, അത് എനിക്ക് അങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇത് പക്ഷെ അതും ഞാനല്ല ശരിക്കും പറഞ്ഞാൽ ജോയ് മാത്യു ആണത് പറഞ്ഞത്. അമ്മ അസോസിയേഷനിലെ 2018 ഞാനും മിസ്റ്റർ ജോയ് മാത്യുവും കൂടി ഒരു മീറ്റിംഗിൽ പങ്കെടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് അവിടെ വെച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തിലകൻ ചേട്ടന്റെ പ്രാക്കാണ്
എന്നൊരു വാക്ക് അവിടെ ഉന്നയിക്കുകയുണ്ടായി. അന്ന് ഈ പറഞ്ഞ ഇദ്ദേഹം അടക്കം എല്ലാവരും വളരെ തലയാട്ടി ഇങ്ങനെ വളരെ വിഷമത്തോടുകൂടി ശരിയാണ് എന്ന രീതിയിൽ അവിടെ സംസാരിക്കുകയും ചെയ്തു. ഈ ഷമ്മി, നമ്മുടെ ഈ യുവനടിയുമായിട്ട് എപ്പോഴെങ്കിലും ഷമ്മിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ മീറ്റു ആരോപണം വന്നതിന് ശേഷം? ഏത് യുവനടി? അതെ, എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടില്ല? ഇല്ല, ഞാൻ അവരെ സത്യസന്ധമായിട്ട് പറയാൻ കണ്ടിട്ട് പോലുമില്ല. അവരായിട്ട് എനിക്ക് സംസാരിക്കാനോ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഈ ആരോപണം ഗൗരവമായിരിക്കെ എം പോലെ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ഇങ്ങനെ ഒരാൾ വരുന്നത് അതെങ്ങനെ സംഭവിച്ചു ഷമ്മി? അങ്ങനെയും സംഭവിക്കാം എന്നിപ്പോ മനസ്സിലായില്ലേ? വേട്ടക്കാർക്കൊപ്പം ഓടുന്നവർക്കൊപ്പമാണ് ഒരു പൊതുസമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ഭൂരിപക്ഷം അംഗങ്ങളും, അല്ലേ? തീർച്ചയായും അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം ഇങ്ങനെ ഒരു എനിക്കെതിരെ ഇങ്ങനെ പല ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരും എന്നെ അടുത്ത് ഒന്ന് സംസാരിക്കുക, എന്റെ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ പോലും എന്നെ ഒന്ന് ഫോൺ ചെയ്യുകയോ, അവരുടെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരുടെ മക്കളുടെ കല്യാണത്തിന് എന്നെ ഒന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ മനസ്സിലാവുന്നത് ഇവരുടെയൊക്കെ ഭീഷണിയിലോ അങ്ങനെയൊക്കെ ഷമ്മിയുടെ അടുത്ത് ഒരു ഫോൺ പോലും സംസാരിക്കരുതെന്ന് മേ ബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എനിക്ക് പലരെ ഇവിടെ ഇപ്പൊ എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ അനന്തം വിട്ടു പോയി. എനിക്കൊരു കത്ത് പോലും അയച്ചിട്ടില്ല. എനിക്കൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് പോലും അയച്ചില്ല അദ്ദേഹം എന്ന് പറയുന്നത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. എന്ത് തെറ്റാണ് ഞാൻ അതിന് മാത്രം ചെയ്ത് ഇങ്ങനെ എന്നെ ഇത് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയൊരു വിഷയമാണ്. അല്ലാതൊരു വിഷയമൊന്നും എനിക്കില്ല. എന്റെ പടം കട്ട് ചെയ്തൊന്നും എനിക്കൊരു വലിയ പ്രശ്നമൊന്നുമില്ല. ഷമ്മിയുടെ പടം കട്ട് ഈ ചങ്ങാതിമാര് കുറെ ശ്രമിച്ചു അല്ലേ? കുറെ പടങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടോ? തെളിവല്ലേ? കോമ്പറ്റീഷൻ കമ്മീഷന്റെ ജഡ്ജ്മെന്റ് എടുത്ത് അങ്ങ് വായിച്ചു നോക്കുക. പേരെടുത്ത് തന്നെ എഴുതിയിരിക്കുന്നത്. വിനയനെ അത് അയച്ചു തന്നിരുന്നു, അതിന്റെ ഭാഗം എനിക്ക് അയച്ചു തന്നിരുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അതിനകത്ത് ഞാൻ അതിന്റെ മൊഴി കൊടുത്തതാണ് അതിനെ സംബന്ധിച്ച്. അതിനേക്കാളപ്പുറമൊന്നും ഇല്ലല്ലോ, തെളിവാണത്. അപ്പൊ ഈ സംഘം ഒടുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, നിവൃത്തിയില്ലാതെ രാജി അല്ലേ? സർക്കേറ്റില്ല, നിവൃത്തിയില്ലാതെ രാജി എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചു നിന്നേനെ. ഈ പെൺകുട്ടി വീണ്ടും ഒരിക്കൽ കൂടി പറയാതിരുന്നെങ്കിൽ വീണ്ടും പിടിച്ചു നിന്നേനെ. ഇതേപോലെ മറ്റു നടിമാരെ വെച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആക്ഷേപിച്ചേനെ അല്ലേ? സാർ അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്തോക്കെ ആണെന്നുള്ളത്. അന്ന് എന്നെ പുറത്താക്കി, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായല്ലോ, ഷമ്മി തിലകൻ പറയുന്നതൊക്കെ കാര്യമാണ്, പക്ഷേ ഞങ്ങൾ ഷമ്മി തിലകനെ പത്രക്കാര് പോലും അറിയാതെ രഹസ്യമായിട്ട് പുറത്താക്കി. വളരെ കാര്യം. എന്നിട്ട് പറഞ്ഞ വാചകമാണ്, ഷമ്മി പറയുന്നതിലൊക്കെ കാര്യമുണ്ട്, പക്ഷെ എന്നാലും പുറത്താക്കി. ഷമ്മി, ഞാനൊരു സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചോട്ടെ, ഈ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആള് തന്നെയാണ് സിദ്ദിഖല്ലേ? അത് എന്റെ വ്യക്തത എനിക്കില്ല. പക്ഷെ എങ്കിലും ഞാനൊരു കാര്യം പറയാം. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആദ്യം പറയുന്നത് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലല്ല. അതിനു മുമ്പ് വിനയന്റെ ആ ജഡ്ജ്മെന്റിനകത്ത് പറയുന്നുണ്ട്, സംഘടനയിൽ അധീശത്വമുള്ളവർ എന്നല്ല, ഉള്ളവർ പ്ലൂറലാണ് പറഞ്ഞിരിക്കുന്നത്. സംഘടനയിൽ അധീശത്വമുള്ളവർ ആ ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്ന വാചകം ഞാൻ പറയുന്നത് ഇംഗ്ലീഷിലാണ്, ഞാനത് മലയാളത്തിലേക്ക് മാറ്റിയെന്നുള്ളൂ. അപ്പോ സംഘടനയിൽ അധീശത്വമുള്ളവർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സാർ? പവർ ഗ്രൂപ്പ് തന്നെയല്ലേ അത്? മാത്രമല്ല പവർ ഗ്രൂപ്പിൽ പെടാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് താനും. അതെ, അതുകൊണ്ടാണല്ലോ അവർക്ക് ശിക്ഷ കിട്ടിയതും. പ്രധാനപ്പെട്ട ചുമ്മാ 1000, 10,000 അല്ലെങ്കിൽ 500, 10, 100 അല്ല, ലക്ഷങ്ങളാണ് ശിക്ഷ. ലക്ഷങ്ങൾ. അതും സംഘടനയുടെ പൈസ എടുത്ത് അടച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഞാൻ അതിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കുറച്ചു പേര് ചെയ്ത തെറ്റിന് നമ്മളെല്ലാവരും എന്തിനാണ് സഹിക്കേണ്ട കാര്യം? അതുകൊണ്ട് ആ കോമ്പറ്റീഷൻ കമ്മീഷനിൽ അടച്ച പിഴയുടെ പൈസ മുഴുവൻ ആ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഈടാക്കണം. അത് സംഘടനയുടെ ഈ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പൈസ വെച്ചല്ല അത് അടയ്ക്കേണ്ടത്. അതവർ ചെയ്തില്ല. അതല്ലേ സാർ ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ അടക്കമുള്ള ആൾക്കാർ അതിനകത്ത് ഇതായിട്ട് വരില്ലേ? അതെ, കറക്റ്റ്. ചാരിറ്റിക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചൊരു സംഘടന ഈ നടന്മാരോ അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളോ ചെയ്ത കുറ്റത്തിന് പിഴ അടയ്ക്കേണ്ടി വന്നു. ഞാനടക്കമുള്ള ആളാണ് പിഴ അടച്ചിരിക്കുന്നത് അന്ന്. അവർക്ക് അവരുടെ അവർ കുറച്ച് പവർ ഗ്രൂപ്പിന്റെ ആൾക്കാരുടെ പേരിൽ ഇത്രയും ലക്ഷങ്ങള് സംഘടനയ്ക്ക് പിഴ വരുന്നതിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ആ അംഗങ്ങളുടെ പേരിൽ നിന്നല്ലേ കയ്യിൽ നിന്നല്ലേ ഈടാക്കേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ നിന്നാണോ? അത് ഞങ്ങൾ മൊത്തമുള്ള ഫണ്ടിൽ നിന്നാണോ? ലാസ്റ്റ് പറയുന്നത് എന്താണ്? പിന്നെ ഫണ്ടില്ല, പൈസയില്ല, ഗൾഫിൽ ഷോ നടത്തണം, മറ്റേത് നടത്തണം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് നമ്മുടെ കയ്യിലുള്ള വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പ്? ഇത് തന്നെ ഞാൻ ചോദിച്ചതാണ്.
ഷമ്മി, ഒരു കാര്യം കൂടി, ഞാൻ അറിഞ്ഞൊരു വിവരം, ഈ വിദേശ ഷോകളടക്കം, താങ്കളത് പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ, വിദേശ ഷോകളടക്കം ഇത്തരം പവർ ഗ്രൂപ്പുകാരുടെ ഇത്തരം വേട്ടയ്ക്കുള്ള വേദികളായി മാറുകയായിരുന്നു എന്ന് ഈ ഹേമ കമ്മിറ്റിയിൽ ഒരു നടി മൊഴി കൊടുത്തിട്ടുണ്ട്. ഞാനത് ഓതന്റിക് സോഴ്സിൽ നിന്നാണ് പറഞ്ഞത്. സാർ, ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2018 ശേഷമല്ലേ ആ ഒരു ഇതൊന്നും വന്നിരിക്കുന്നത്. അതിനൊക്കെ ഇത്രയും മുമ്പ് തന്നെ പത്രങ്ങളിലും ഒക്കെ ഓൺലൈൻ ചില മെയിൻ മീഡിയാസിലൊന്നും വന്നിട്ടില്ല. ഓൺലൈൻ ചില മീഡിയാസിലൊക്കെ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന 2018 എന്നോട് അന്നത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്നോടൊരു റിപ്പോർട്ട് ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ അതിന്റെ റിപ്പോർട്ട് കൊടുത്തു. ഓൾമോസ്റ്റ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ അന്നേരം ഒരു 12 പേജുള്ള ഒരു റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്മേലൊരു നടപടി ഉണ്ടായില്ല. ആ റിപ്പോർട്ടിന്റെ തുടർന്നാണ് അതിനകത്ത് ഈ പറയുന്ന ആൾക്കാരൊക്കെ ആരോപണ വിധേയരാണ് എന്റെ റിപ്പോർട്ടിൽ. പേരെടുത്ത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് അന്നാരും പരിഗണിച്ചില്ല. ആ പരിഗണിക്കാതെ ഷമി, നമ്മളെന്തായാലും തുറന്ന് സംസാരിക്കുകയാണല്ലോ. കാര്യം ഈ സാഹചര്യത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഷമി, അന്ന് കൊടുത്ത റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തായിരുന്നു? അല്ല, അത് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല സാർ. കാര്യം ഞാൻ അത് അവരിതിനെ അന്നേ അത് മുക്കിയിട്ടുണ്ട്. കാര്യം അങ്ങനെ മുക്കാൻ പറ്റത്തില്ല. പ്രസിഡന്റിന്റെ ഇമെയിലൊക്കെയാണ് അത് കിടക്കുന്നത്. അല്ല, ഞാനത് പറഞ്ഞു, അങ്ങ് രേഖാമൂലം കൈമാറിയ ഒരു കാര്യമാണല്ലോ. നമ്മളിത് പൊതുസമൂഹം അറിയിട്ടേ. അല്ല, അത് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ആ സംഘടന ഉണ്ടായിരുന്നാണ് ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ഞാനത് പുറത്തു വിട്ടേനെ, തീർച്ചയായിട്ടും പുറത്തു വിട്ടേനെ. പക്ഷെ ഇപ്പൊ സംഘടന ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നത് ഷമ്മി, അതിൽ നമ്മുടെ ഈ സിദ്ദിഖിന്റെ പേരിൽ താങ്കളൊരു ആരോപണമല്ല, താങ്കളൊരു കണ്ടെത്തൽ നടത്തിയിരുന്നു ആ റിപ്പോർട്ടിൽ. ഉണ്ട്. അതാണോ താങ്കളോടുള്ള വൈരാഗ്യത്തിന് ഒരു കാരണം? അതെ, എന്റെ അച്ഛനോടുള്ള അതെല്ലാം ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊന്നും ഉണ്ടെന്നേ കാര്യം ഇത്രയും ആയതുകൊണ്ട് അത് പറയാം. ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ കൊടുത്ത റിപ്പോർട്ട് എന്നിട്ടും സിദ്ദിഖിനെതിരെ നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അല്ല, അതിനു മുമ്പേ തന്നെ പുള്ളി അവിടെ അധീശത്വമുള്ള ആള് തന്നെയാണ്. അതാ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ആ അർത്ഥത്തിൽ. മറ്റേ കോമ്പറ്റീഷൻ കമ്മീഷൻ അധീശത്വം, ഇത് പവർ ഗ്രൂപ്പ്. കറക്റ്റ്, രണ്ടും ഏകദേശം ഒന്ന് തന്നെ. നമുക്കത് വ്യാഖ്യാനത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷമ്മി, എന്തായാലും ഇനി ഈ നടിയുടെ വെളിപ്പെടുത്തലിൽ സർക്കാർ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ? എന്താണ് താങ്കളുടെ നിലപാട്? സാർ, ആ ഒരു എന്റെ നിലപാട് അവിടെ അപ്രസക്തമാണല്ലോ. വരും ഒരു ആ കമ്മിറ്റി എന്തിനാണ് നിയമിക്കപ്പെട്ടത് എന്നുള്ളതാണല്ലോ അവിടെ വിഷയം. കാര്യം WCCയിൽ അവിടെ അവരുടെ ആ സംഘടനയിൽ അവിടുത്തെ സ്ത്രീകള് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സംഘടനയായിട്ട് അവിടെ പരാതി കൊടുക്കുന്നു. ഇന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അതിനെ ഒരു വെച്ചൊരു പരാതി കൊടുക്കുന്നു. ആ പരാതി മേലൊരു ഫാക്ട് ചെക്കിംഗ് ആയിട്ടാണല്ലോ ഈ പറയുന്ന കമ്മീഷനെ നിയമിച്ചത്. അപ്പൊ അത് ചില്ലറ ആൾക്കാരുമല്ല നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു വിലയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും ഈ പറയുന്ന വൺ സൈഡ് മാത്രം കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അതിന് സർക്കാരിന് അതിന്റെ മേലെ നടപടി എടുക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഷമി, ഒരു കാര്യം കൂടി, 2019 ഈ യുവനടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ താങ്കൾക്കതിൽ ആശ്ചര്യമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? ഇത് സംഭവിക്കും എന്ന് തന്നെയാണോ താങ്കളുടെ മനസ്സ് പറഞ്ഞത്? അത് അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സ് പറഞ്ഞോ അപ്പോൾ? സാർ, ഇതിനു മുമ്പും നമുക്കറിയാലോ, മീറ്റു ഇതിനു മുമ്പ് ആദ്യം എങ്ങാണ്ട് ഹോളിവുഡിലോ മറ്റോ ആണല്ലോ ആദ്യം ഈ മീറ്റു ആരോപണം തുടങ്ങിയത്. അത് എത്രയോ വർഷം മുമ്പ് നടന്ന വിഷയമാണ്. അത് പേരിൽ അദ്ദേഹത്തിന് അതിനകത്തെ ആരോപണ വിധേയനായ വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. എത്രയോ വർഷം ഇംപ്രിസൺമെന്റും കിട്ടി എന്നുള്ളതാണ് എന്റെ അറിവ്. അപ്പോ അതുകൊണ്ട് തന്നെ അത് ലോകത്ത് മുഴുവൻ അങ്ങനെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. പിന്നെ അത് തെളിയിക്കപ്പെടുമ്പോഴാണ് അതിനകത്ത് ഒരു ആധികാരികത വരുന്നത് എന്നേ ഉള്ളൂ. പിന്നെ ഉള്ളിൽ നമുക്കത് അല്പം നിയമബോധമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കത് ഞാനത് ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിലും എനിക്കത് പുറത്ത് കാണിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ അറിയാമല്ലോ അതിനെ കുറിച്ച്. എനിക്കറിയാം ഷമ്മി. താങ്ക് യു ഷമ്മി. നമുക്ക് എന്തായാലും കുറച്ച് വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട് ഒരു സമയം വരുമ്പോൾ. താങ്ക് യു ഷമ്മി. ആയിക്കോട്ടെ ഷമ്മി, താങ്ക് യു ഷമ്മി. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷമ്മി. ഷമ്മി തിലകൻ പറഞ്ഞത് കേട്ടല്ലോ പ്രേക്ഷകർ. ഇതാണ് യഥാർത്ഥത്തിൽ AMMA എന്ന സംഘടനയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഷമ്മി തിലകൻ തന്നെ ഒരു റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. ആ പ്രസിഡന്റിൽ ഇതേ സിദ്ദിഖിൻ്റെ പേര് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അധീശത്വമുള്ളയാൾ എന്നാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പവർ ഗ്രൂപ്പിൽപ്പെട്ടിരിക്കുന്നയാൾ എന്ന് തന്നെയാണ് അതിനെ അർത്ഥമാക്കേണ്ടത്. സിദ്ദിഖ് രാജിവെച്ചതിൽ കളങ്കിതനായ ഒരാൾ AMMA സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു എന്നത് തന്നെ വളരെ
പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഷമ്മി തിലകൻ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.